എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എത്ര നരച്ച മുടിയും ഒരു നിമിഷം കൊണ്ട് കറുപ്പിക്കാനുള്ള ഒരു കിടിലൻ സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിലുള്ള നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം മാത്രം മതി കേട്ടോ. ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ തന്നെ നല്ല നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു വീഡിയോയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ പറമ്പിലൊക്കെ എപ്പോഴും ധാരാളമായി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ വാഴക്കൂമ്പ്. വാഴക്കൂമ്പ് നല്ല ഔഷധ ഗുണമുള്ള ഇതാണ് വാഴക്കൂമ്പ്. നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ പരിപ്പും വാഴക്കൂമ്പും കൊണ്ടൊക്കെ കറി വയ്ക്കാറുണ്ട്, പല ഐറ്റങ്ങളും തയ്യാറാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴക്കൂമ്പ് കൊണ്ട് നമ്മളിന്ന് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വാഴക്കൂമ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ പുറംതൊലിയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതുപോലെ അതിൻ്റെ ആ നാരെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഇതളായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ ഇതളായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. ഞാൻ അപ്പോൾ ഇതിലുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇളക്കി കളയും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ തോരൻ വയ്ക്കാനായാലും കറി വയ്ക്കാനായാലും എടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു രണ്ട് സാധനവും നമ്മൾ അതങ്ങ് ഇളക്കി മാറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം രണ്ടും എടുക്കില്ല കേട്ടോ. ഇത് തോരൻ വയ്ക്കാനായാലും കറി വയ്ക്കാനായാലും എന്തായാലും ഈ ഒരു രണ്ട് ഐറ്റം എടുക്കില്ല. അതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമ്മളിതുപോലെ ഇളക്കി ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. ആ ഒരു നീളത്തിൽ തന്നെ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് ഐറ്റങ്ങളാണ് മാറ്റി കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുപോലെ ഇതളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പിന്നീട് ആ ഒരു ലാസ്റ്റ് ഭാഗമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ഇളക്കി കളയാൻ പറ്റില്ല. അങ്ങ് ഇതളായിട്ട് അങ്ങ് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനതിവിടെ എല്ലാം ഒന്ന് വെള്ളത്തിൽ ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം വെള്ളം എല്ലാം ഒന്ന് ഊറ്റി കളഞ്ഞ ശേഷം നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 2-3 സ്പൂൺ അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന കടലമാവില്ലേ, അതേപോലെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ അരിപ്പൊടിയോ മൈദാമാവോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മൈദാമാവോ അരിപ്പൊടിയും കൂടെയൊക്കെ ചേർക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കാരണം നമ്മൾ അത് നല്ല തുറുറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ വീഴണം. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിരിക്കാൻ. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അധികം എണ്ണ കൂട്ടി ഒഴിച്ച് ഞാൻ ഫ്രൈ ചെയ്യില്ല. അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് കാരണം നമ്മൾ ഉപയോഗിച്ച എണ്ണ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് നമുക്ക് കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല മൊരുമൊരായിട്ട് കട്ടൻ ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഞാൻ അതവിടെ തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലമുടി കറുപ്പിക്കാനുള്ള ടിപ്സാണ് കേട്ടോ. എത്ര നരച്ച മുടിയും നമ്മൾ ഇത് തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ കറുത്ത് കിട്ടും. നാച്ചുറലായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കറിവേപ്പില കാണും. കറിവേപ്പില ഇല്ലാത്ത വീടുകൾ കാണില്ല. വീട്ടിലില്ലെങ്കിൽ തന്നെ നമ്മൾ കടയിൽ നിന്നായാലും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കറിവേപ്പില കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പുറത്ത് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയ ശേഷം വേണം നമ്മൾ ആ കറിവേപ്പില യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ഇവിടെ കറിവേപ്പില എല്ലാം ഒന്ന് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ ഉപയോഗിക്കണേ. ഇനി ഞാൻ അവിടെ കറിവേപ്പില എല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കരിച്ചെടുക്കണം. നല്ലതുപോലെ ചൂടാക്കി തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ ഒന്ന് ചൂടാക്കി വറുത്ത് കരിച്ചെടുക്കണം. നല്ലതുപോലെ കരിഞ്ഞ് കിട്ടണം.
അപ്പം നിങ്ങൾക്ക് പച്ചയ്ക്ക് വേണമെങ്കിൽ നമ്മൾക്ക് എണ്ണ കാച്ചിയെടുക്കാം. അത് കറിവേപ്പില എന്ന് പറയുന്നത് മുടി കറുക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മരുന്നാണ് കറിവേപ്പില. അപ്പം നമ്മൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ കറിവേപ്പില ഒന്ന് കൂടുതലിട്ട് എണ്ണയൊക്കെ കാച്ചുന്നത് നല്ലതാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് കറിവേപ്പില എണ്ണ കാച്ചിയൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മുടിയൊക്കെ തഴച്ച് വളരും, മുടി നല്ല കട്ട കറുപ്പോടെ വളരുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കൽ തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുടി കറക്കില്ല കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഇത് തലയിൽ തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ കരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ആ കളറൊക്കെ ഒന്ന് മാറി, ഇലയുടെ കളറെല്ലാം ഒന്ന് മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി നല്ലതുപോലെ കറുത്ത് കിട്ടണം. അപ്പോൾ മുടിയൊക്കെ ഒട്ടും ഇല്ലാത്തവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കറിവേപ്പില ഇവിടെ നല്ലതുപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ഇരുമ്പ് ചട്ടിയിലിരുന്ന് നല്ലതുപോലെ ഒന്ന് ഇത് കരിഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും എല്ലാത്തിനും കാപ്പിപ്പൊടി നല്ലതാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയാണ്. അതിൻ്റെ ജെല്ലും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതവിടെ കറ്റാർ വാഴയുടെ ജെല്ലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കറ്റാർ വാഴയുടെ ജെല്ലും അതുപോലെ തന്നെ കാപ്പിപ്പൊടി അതുപോലെ കറിവേപ്പില എല്ലാം ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി കറുപ്പ് കിട്ടാനും മുടി വളരാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ കുളിക്കുന്നതിനും 1 മണിക്കൂർ മുമ്പൊക്കെ ഇത് തലയിൽ തേച്ചിട്ട ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. അതുപോലെ തന്നെ മുടിക്കായ മാറി കിട്ടും. മുടിയിലെ താരനൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിൽ ഒരു കെമിക്കലായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് തലയിൽ തേക്കുന്നത് കൊണ്ട് ഒരു അലർജിയോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടി നല്ല ആരോഗ്യത്തോടെ വളരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ട നല്ലതുപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം അറിയിക്കണം കേട്ടോ.